ഡൊണാൾഡ് ട്രംപ് സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കംസ്റ്റാൻസസ് എല്ലാം തകർന്ന ഒരു മട്ടിലാണ്. ഡൊണാൾഡ് ട്രംപിന് കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിടുന്നു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വേദിയിലെത്തിയപ്പോൾ അവിടെ ജനങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ നോക്കി കൂകി വിളിക്കുകയും കുപ്പിയും ബോട്ടിലും മറ്റും വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫെഡറൽ ഹൗസിംഗ് ഫിനാൻസ് ഏജൻസി ഡയറക്ടർ ബിൽ പുൾട്ടും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വാഷിംഗ്ടൺ DC-യിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് വിളിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പോഡ്കാസ്റ്റ് അവതാരകൻ ചമത് പാലിഹാപിതിയുടെ ജന്മാഘോഷ ചടങ്ങിലുമാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് ഈ സംഭവം? ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരാളോട് ഞാൻ നിങ്ങളുടെ മുഖമിടിച്ച് തകർക്കും, മര്യാദയ്ക്ക് പുറത്തു പോകൂ എന്നാണ് അവിടെ പറയുന്നത്. ആ ഘട്ടം വരെ സ്ഥിതിഗതികൾ വഷളായി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ എക്സിക്യൂട്ടീവ് ക്ലബ്ബിൽ ഒരു അത്താഴ വിരുന്നിനിടെ സ്കോട്ട് ബസന്റ് പുൾട്ടയുടെ മുഖത്തടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബിൽ പുൾട്ടെ ട്രംപിനെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുന്നുണ്ടെന്ന് ബസന്റിന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ സ്കോട്ട് ബസന്റ് കോപാകുലനായി ബിൽ പുൾട്ടയുടെ മുഖത്ത് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ ഇത്തരത്തിലുള്ള മുഖത്തടിയൊന്നും അമേരിക്കയിൽ ഒരു പുത്തരിയല്ല. ഓസ്കാർ വേദിയിൽ പോലും വിൽ സ്മിത്ത് അവിടെ നിൽക്കുന്ന അവതാരകൻ്റെ മുഖത്ത് തൻ്റെ ഭാര്യയെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞ് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വിൽ സ്മിത്തിനെ ഓസ്കാറിൽ നിന്ന് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും 2025 സെപ്റ്റംബർ 4 വാഷിംഗ്ടൺ DC-യിൽ ഒരു സ്വകാര്യ അത്താഴ വിരുന്നിനിടെയാണ് ഈ സംഭവം നടന്നത്. ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി, വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്, ആഭ്യന്തര സെക്രട്ടറി ഡഗ് ബർഗം, നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തത്. അതേസമയം ഈ സ്ഥിതിഗതികൾ ട്രംപിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കൈവിട്ടു പോയി എന്നാണ് അറിയാനും സാധിക്കുന്നത്. 30ഓളം അതിഥികൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു മേശ ഒരുക്കിയിരുന്നത്. വില കൂടിയ ക്രിസ്റ്റൽ പോർസ്ലൈൻ വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കോക്ടെയിൽ പാർട്ടിയുടെ ആരവങ്ങൾക്കിടയിൽ ബസന്റ് പുൾട്ടിനെക്കുറിച്ച് ഒരു രൂക്ഷമായ പരാമർശം നടത്തി. ഫെഡറൽ ഹൗസിംഗ് ഫിനാൻസ് ഏജൻസിയുടെ ഡയറക്ടർ ട്രംപിനോട് തന്നോട് മോശമായ വാക്കുകൾ പറയുന്നുണ്ടെന്ന് സ്കോട്ട് ബസന്റ് പലരിൽ നിന്നും കേട്ടു എന്നതിൻ്റെ പേരിലാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ട്രംപ് താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അമേരിക്കയിൽ ട്രംപിൻ്റെ ഭരണകൂടത്തിനകത്ത് അല്ലെങ്കിൽ ട്രംപിൻ്റെ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ട്രംപ് ഒരു മണ്ടനാണ് എന്ന് ഇയാൾ പറഞ്ഞു നടക്കുന്നു സകല ആൾക്കാരോടും. അങ്ങനെ തനിക്ക് അറിവ് കിട്ടി, അങ്ങനെയാണ് ഈ ഭരണകൂടത്തിൽ മന്ത്രിസഭയ്ക്കകത്ത് സംസാരം എന്നുള്ളതാണ് ഈ പുൾട്ട് പറഞ്ഞു നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ബസന്റ് പറയുന്നത്. അതാണ് ബസന്റിനെ ചൊടിപ്പിച്ചതും. ഈ ബസന്റ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു പെട്ടി തങ്ങിയാണ്. എന്തായാലും അവസരം ലഭിച്ച ഉടനെ ബസന്റ് പുൾട്ടയോട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് നീ ട്രംപിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? ഗോ ടു ഹെൽ, അതായത് നരകത്തിലേക്ക് പോകുന്നു. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് ഐ വിൽ ബീറ്റ് യു ഇൻ യുവർ ഫേസ്, ഞാൻ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നാണ് ഇയാൾ പറഞ്ഞത്. ബസന്റിനെ പ്രതികരണം കേട്ട് പുൾട്ടെ സ്തബ്ധനായിപ്പോയി എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ സംഘർഷഭരിതമായ സംഭവത്തിന് ശേഷം ക്ലബിൻ്റെ സഹ ഉടമയും ധനകാര്യ വിദഗ്ധനുമായിട്ടുള്ള ഒമീദ് മാലിക് ഇവിടെ ഇടപെടേണ്ടി വന്നു. എന്നാൽ ബസന്റ് അതും അംഗീകരിച്ചില്ല. ആരും ഈ തർക്കത്തിൽ ഇടപെടേണ്ട എന്നാണ് ബസന്റ് പറഞ്ഞത്. പുൾട്ടയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ എന്നും ബസന്റ് പറയുന്നു. എന്തായാലും ക്ലബ് ഉടമയോട് ബസന്റ് പറഞ്ഞത് ഒന്നുകിൽ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നാണ് പറഞ്ഞത്. ആരാണ് ഇവിടെ നിന്ന് പോകേണ്ടത് എന്ന് ക്ലബിൻ്റെ ഉടമയായിട്ടുള്ള നിങ്ങൾ പറയൂ എന്നും പറഞ്ഞു. നമുക്ക് നോക്കാം എന്നും ബസന്റ് പറയുന്നൊരു കാഴ്ചയുണ്ട്. എന്തായാലും പുൾട്ടെ അപ്പോൾ തിരിച്ചു ചോദിച്ചത് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പുൾട്ടെ തിരിച്ചു ചോദിച്ചത്. അന്തരീക്ഷം ശാന്തമാകാൻ ഇരുവരെയും പരസ്പരം അവിടെ നിന്നും അകറ്റുകയാണ് ക്ലബ് ഉടമകൾ ചെയ്തത് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ വെച്ച്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.